നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും വിശുദ്ധനുമായ ദൈവമേ, ഈ വിശുദ്ധ ദിവസത്തിൽ കർത്താവേ, മധ്യകേരള മഹായിടവക അൽമായ ഞാറായി ആചരിക്കുന്ന പ്രത്യേക സമയത്ത് നിൻ്റെ മക്കളെ അടിയങ്ങൾക്ക് കർത്താവെ അങ്ങേ ആരാധിക്കുവാൻ ഒരവസരം കൂടി ഭൂമിയിൽ നീ ദാനമായി തന്നത് ഓർത്ത് ശ്രദ്ധിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അല്പസമയം കർത്താവെ വചനം ധ്യാനിക്കുമ്പോൾ കർത്താവെ നീ വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് ഞങ്ങൾക്ക് വേണ്ടി കൽവരി ക്രൂശിൽ ജീവൻ ബലിയർപ്പിച്ച ക്രിസ്തു യേശുവിൻ്റെ ധന്യനാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. എല്ലാവർക്കും ഇരിക്കാം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അൽമായ ഞായറായി മധ്യകേരള മഹായിടവക ആചരിക്കുന്ന ഈ പ്രത്യേക സന്ദർഭത്തിൽ എല്ലാവർക്കും മധ്യകേരള മഹായിടവക അൽമായ ഫെലോഷിപ്പിൻ്റെ ആശംസകൾ ഞാൻ അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട CY തോമസ് അച്ഛൻ സൂചിപ്പിച്ചതുപോലെ നിലവിൽ ഞാൻ മധ്യകേരള മഹായിടവക അൽമായ ഫെലോഷിപ്പിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ തവണ മുതൽ ജില്ലകൾ സാധാരണഗതിയിൽ അതാത് ജില്ലകളിലുള്ളവരാണ് അൽമായ ഞായറിന് ആ ജില്ലയ്ക്കകത്താണ് ഡെപ്യൂട്ടേഷൻ നമ്മൾ ക്രമീകരിക്കുന്നത്. കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ ജില്ലകൾക്ക് അടുത്തടുത്ത ജില്ലകളിലുള്ള ആളുകളെ, കാരണം പലരും പല ജില്ലകളിലും സ്ഥിരമായി പോകുന്നത് കൊണ്ട് ഒരാവർത്തന വിരസത ഒഴിവാക്കാം എന്നതിൻ്റെ ഉദ്ദേശത്തോടു കൂടി നമ്മൾ അടുത്തടുത്തുള്ള ജില്ലകളിലേക്ക് ആളുകളെ നമ്മൾ ഡെപ്യൂട്ട് ചെയ്യാറുണ്ട്, അസൈൻ ചെയ്യാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ തവണയും ഞാൻ തിരുവല്ലയിലായിരുന്നു, മുണ്ടിയപ്പള്ളിയിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തവണ തിരുവല്ല ഈ തൊലശ്ശേരി പള്ളിയിലേക്ക് നിയോഗിച്ചിരിക്കുന്നത്. നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു അൽമായ സംഘടന ഇവിടെ പ്രവർത്തിക്കുന്നതെന്ന് രാവിലെ അറിയുവാൻ സാധിച്ചു. അതോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. അൽമായ ഫെലോഷിപ്പിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങളുടെ കൈത്താങ്ങലും പ്രാർത്ഥനയും ആദ്യമേ തന്നെ അഭ്യർത്ഥിക്കുകയാണ്. ഇന്നത്തെ പ്രത്യേക സാഹചര്യം നമുക്കറിയാം. വയനാട് പോലെ ദുരന്തം അഭിമുഖീകരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ ദുരന്തം അനുഭവിക്കുന്ന ആളുകളെയും അതിൻ്റെ ദുരിതം പേർന്നവരെയും ജീവിച്ചിരിക്കുന്നവരെയും ഓരോ കുടുംബത്തിലും പല കുടുംബങ്ങളിലും നമ്മുടെ മേപ്പാടിയിലൊക്കെ ഒരു കുടുംബത്തിൽപ്പെട്ട 6 പേര് 7 പേരൊക്കെ മരിച്ച കുടുംബങ്ങൾ CICയിൽ ഒരു പള്ളി തന്നെ നമ്മുടെ ഒലിച്ചു പോയിട്ടുണ്ട് മേപ്പാടിയിൽ ഉപസഭയിൽ. അപ്പോൾ അവരെല്ലാം നമുക്ക് ഈ സമയത്ത് നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഗൾഫ് മേഖലയിൽ സംഘർഷം ഉരുണ്ടുകൂടുകയാണ്. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ നമ്മുടെ പ്രാർത്ഥനകളിൽ ഉണ്ടാകണമേ എന്ന് ഓർപ്പിക്കുകയാണ്. ആരാണ് അൽമായർ? ക്രൈസ്തവ സഭയിൽ അൽമായരെ സംബന്ധിച്ചിടത്തോളം ആരാണ് അൽമായർ എന്നുള്ളത് ഒരു സാധാരണഗതി നമുക്കറിയാം. അതിന് വലിയ ഡെഫിനേഷൻ്റെ ഒന്നും ആവശ്യമില്ല. അൽമായർ എന്ന് പറഞ്ഞാൽ ഒരു സഭയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് പ്രൊട്ടസ്റ്റൻ്റ് സഭകളെ സംബന്ധിച്ചിടത്തോളം പുരോഹിതന്മാർ അല്ലാത്ത എല്ലാവരും അൽമായരാണ്. അതോടൊപ്പം ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി, തുടക്കത്തിൽ പറഞ്ഞു. ബഹുമാനപ്പെട്ട CY തോമസ് അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛനൊരു 20 വർഷം മുമ്പാണ്, 2004-2005 സമയത്താണ് ചങ്ങനാശ്ശേരിയിൽ ഇടവപ്പട്ടക്കാരനായി സേവനം അനുഷ്ഠിച്ചിരുന്നത്. ആ സമയത്ത് ഞാൻ ചർച്ച് കമ്മിറ്റി അംഗമായിരുന്നു. 5 വർഷം അച്ഛനുണ്ടായിരുന്നു. അച്ഛനെ നേരത്തെ പരിചയമുണ്ടായിരുന്നെങ്കിലും അച്ഛനുമായി കൂടുതൽ അടുത്ത് ഇടപെടാൻ സാധിച്ചത് അച്ഛൻ ചങ്ങനാശ്ശേരിയിൽ സേവനമനുഷ്ഠിച്ച ആ സമയത്താണ്. മധ്യകേരള മഹായിടവകയിലെ ഒരു സീനിയർ വൈദികൻ എന്ന നിലയിലും നമുക്കറിയാം. ഒരു തവണ അച്ഛനെ മധ്യകേരള മഹായിടവകയുടെ ഒരു ബിഷപ്പ് സ്ഥാനത്തേക്ക് പോലും അച്ഛൻ്റെ പേര് വന്നതാണ്. നമ്മുടെ കഴിഞ്ഞ ഇലക്ഷൻ്റെ സമയത്ത് കൊറോണക്ക് വന്നിവിടെ ഇലക്ഷൻ നടക്കത്തില്ല എന്ന് പറഞ്ഞ ഒരു സന്ദർഭത്തിൽ മോഡറേറ്റർ അന്ന് അച്ഛൻ തിരുവനന്തപുരത്താണെന്ന്, അന്ന് അച്ഛൻ്റെ പേര് ഇലക്ഷൻ നടക്കുന്നില്ല എങ്കിൽ കമ്മീസറിയായിട്ട് അച്ഛൻ്റെ പേര് പരിഗണിക്കപ്പെടുകയുണ്ടായി. മധ്യകേരള മഹായിടവകയിലെ പ്രഗത്ഭനായ ഒരു വൈദികനും വ്യക്തിപരമായി ഒരു കുടുംബ സുഹൃത്ത് എന്ന നിലയിൽ ഞങ്ങളുടെ അച്ഛൻ കുടുംബമായിട്ട് എല്ലാ കാര്യങ്ങളിലും സഹകരിക്കുകയും ഒരു മൂത്ത സഹോദരനെ പോലെയോ അല്ലെങ്കിൽ പിതാവിനെ പോലെയൊക്കെ സഹകരിച്ച അച്ഛൻ്റെ അച്ഛൻ പ്രകടിപ്പിച്ച സ്നേഹത്തിനുള്ള നന്ദിയും ഞാൻ ഈ അവസരം അറിയിക്കുകയാണ്. അച്ഛൻ്റെ സേവനം ഈ സഭയ്ക്കും ദേശത്തിനും പ്രയോജനകരമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ വ്യക്തിപരമായി ഞാൻ ഇഷ്ടപ്പെടുന്നൊരു മേഖല എന്നുള്ളത് എഴുത്താണ്. ഞാൻ 3 ബുക്കുകൾ പബ്ലിഷ് ചെയ്തിരുന്നു. അതിൽ ദ മോൺസ്റ്റർ എന്ന് പറഞ്ഞൊരു ബുക്കുണ്ടായിരുന്നു. ഒറിജിൻ ഓഫ് സാത്താൻ എന്ന് പറഞ്ഞാൽ വീണുപോയ ദൂതന്മാർ സാത്താനായി മാറിയിട്ടില്ല എന്ന് പറയുന്ന ഒരു വ്യത്യസ്തമായൊരാശയം. അപ്പോൾ ആ പുസ്തകരചനയിലൊക്കെ എന്നെ ഏറ്റവും അധികം ഗൈഡ് ചെയ്തതും സഹായിച്ചതും CY തോമസ് അച്ഛനാണ്. അച്ഛനുള്ള സ്നേഹവും നന്ദിയും ഞാൻ പ്രത്യേകം അറിയിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അൽമായർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ക്രൈസ്തവ സഭയിൽ പൗരോഹിത്യമില്ലാത്ത ലഭിക്കാത്ത ആളുകൾ എല്ലാവരും അൽമായരാണ്.
ഈ അൽമായ എന്ന വാക്ക് അതിൻ്റെ പദോൽപ്പത്തി എന്ന് പറയുന്നത് അതൊരു അറബിക് സുറിയാനി പദോൽപ്പത്തിയാണ് അതിൻ്റെ ഒറിജിൻ ഉള്ളത്. അൽമായ എന്ന വാക്കിൽ നിന്നാണ് അൽമായർ എന്ന വാക്കുണ്ടായത്. ഈ അൽമായ എന്ന വാക്കിൻ്റെ അർത്ഥം ലോകത്തോട് ബന്ധപ്പെട്ടവനെന്നാണ്. ലോകവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആൾ, അതാണ് അൽമായ എന്ന ഈ അറബിക് സുറിയാനി പദോൽപ്പത്തിയിൽ വരുന്ന ഈ പദത്തിൻ്റെ അർത്ഥം, ലോകവുമായി ബന്ധപ്പെട്ടവൻ. അതിന് ഇംഗ്ലീഷിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അതൊരു ഗ്രീക്ക് ലാറ്റിൻ പദത്തിൽ നിന്ന് വന്ന ലെയ്റ്റി എന്ന് പറയാം. ലാവോസ് ലൈക്കോസ് എന്ന് പറയുന്ന പദങ്ങളിൽ നിന്ന് രൂപം കൊണ്ട ലെയ്റ്റി, അതിൻ്റെ അർത്ഥം നമുക്കറിയാം കോമൺ പീപ്പിൾ, സാധാരണക്കാർ. അപ്പോൾ അൽമായർ എന്ന വാക്കിൻ്റെ അർത്ഥം ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്ന സാധാരണക്കാർ അല്ലെങ്കിൽ സാധാരണ ജനം, കോമൺ പീപ്പിൾ എന്ന അർത്ഥമാണ് ഈ ഒരു വാക്കിന് ഉള്ളത്, അല്ലെങ്കിൽ പൗരോഹിത്യമില്ലാത്ത സാധാരണക്കാർ എന്ന രീതിയിൽ. പഴയ നിയമ കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണെങ്കിൽ ഈ വാക്കിൻ്റെ അർത്ഥത്തെ അന്വർത്ഥമാക്കും വിധം, അതായത് സാധാരണക്കാർ എന്ന് പറയുന്ന ആ വാക്കിൻ്റെ അർത്ഥം എന്താണോ അത് ഉൾക്കൊള്ളുന്ന ഒരു ജീവിതചര്യയായിരുന്നു പഴയ നിയമ കാലഘട്ടത്തിൽ അൽമായർക്കുണ്ടായിരുന്നത്. യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടം വരെ നമുക്കറിയാം പൗരോഹിത്യം അല്ലെങ്കിൽ പുരോഹിതന്മാരും പരീശന്മാരും ന്യായശാസ്ത്രിമാരും അടങ്ങുന്ന ഒരു എലൈറ്റ് ക്ലാസ്, അവരെ നമ്മൾ സാധാരണക്കാരായിട്ട് പരിഗണിക്കുന്നില്ല. എന്നാൽ അവിടെയുള്ള സാധാരണക്കാരെന്ന് പറയുമ്പോൾ ഈ പൗരോഹിത്യ ശ്രേണിയിൽപ്പെടാത്ത പുരോഹിതനും പരീശനും ശാസ്ത്രിയുമൊന്നും അല്ലാതെയുള്ള ഈ പൗരോഹിത്യ ശ്രേണിക്ക് പുറത്തു വരുന്ന സാധാരണക്കാരായ ആളുകളെയാണ് നമ്മൾ കോമൺ പീപ്പിൾ എന്ന് വിളിച്ചിരുന്നത്. പഴയ നിയമ കാലഘട്ടത്തിൽ നമ്മൾ പരിശോധിച്ചാൽ പൂർണ്ണമായിട്ടും ആ വാക്കിൻ്റെ അർത്ഥം എന്താണോ അത് ഉൾക്കൊള്ളുന്ന വിധം സമൂഹത്തിൽ യാതൊരു സ്ഥാനവും അംഗീകാരവുമില്ലാത്ത ഒരു വിഭാഗമായിരുന്നു അൽമായർ പഴയ നിയമ കാലഘട്ടത്തിൽ. എന്നാൽ പുതിയ നിയമ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ അൽമായരുടെ പ്രാധാന്യം ഉയരുകയാണ്. നമ്മുടെ വാക്ക് ലെയ്റ്റി എന്ന പ്രയോഗം തന്നെയാണെങ്കിലും അൽമായരുടെ സ്ഥാനം എന്നുള്ളത് പൗരോഹിത്യത്തിൽ പങ്കാളികളാക്കി മാറ്റുകയാണ്. അതാണ് പത്രോസ് പറയുന്നത്, നിങ്ങളോ തങ്ങളുടെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ പോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു ജാതി, രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. രാജകീയ പൗരോഹിത്യമാണ് അൽമായർക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ പുതിയ നിയമ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ അൽമായരുടെ സ്ഥാനം സഭയിൽ ഉയർന്നു വരികയാണ്. 1-ാം നൂറ്റാണ്ടിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കറിയാം രക്തസാക്ഷികളിൽ 90% അൽമായരാണ്. സഭയുടെ എല്ലാ പ്രവർത്തന മേഖലകളിലും അൽമായർക്ക് പ്രാധാന്യമുണ്ടായിരുന്നു. പഴയ പ്രാചീന ഗ്രന്ഥങ്ങളൊക്കെ പുരാതന കൃതികൾ പരിശോധിച്ചാൽ ഡിഡാക്കെ, അതുപോലെ ട്രഡീഷൻ ഓഫ് അപ്പസ്തോലിക് ആക്ട്സ് തുടങ്ങിയിട്ടുള്ള പുസ്തകങ്ങൾ പരിശോധിച്ചാൽ ആ പുസ്തകങ്ങളിലൊക്കെ നമ്മൾ എഴുതിയിരിക്കുന്നത് കത്തോലിക്ക സഭയിൽ മെത്രാന്മാരെ തിരഞ്ഞെടുക്കുന്നതിനും സ്നാനം കൊടുക്കുന്നതിനും തിരുവത്താഴ ശുശ്രൂഷ കൊടുക്കുന്നതിന് പോലും അൽമായരെ അനുവദിച്ചിരുന്നു. എന്നാൽ പിൽക്കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ മധ്യകാലഘട്ടം ആകുമ്പോഴേക്കും ഈ അവസ്ഥയ്ക്ക് മാറ്റം സംഭവിക്കുകയാണ്. അൽമായരുടെ സ്ഥാനം സഭയിൽ ക്രമാതീതമായി കുറഞ്ഞു വരികയാണ്. നമുക്കറിയാം ഒരു പേപ്പൽ പവർ അല്ലെങ്കിൽ മാർപ്പാപ്പയുടെ അധികാരങ്ങൾ സഭയിൽ രാഷ്ട്രീയ അധികാരം കൂടെ സമന്വയിപ്പിച്ചുകൊണ്ട് മാർപ്പാപ്പമാർ അധികാരത്തിൻ്റെ ശ്രേണിയിൽ അധിവസിക്കുന്ന സമയത്ത് ലേമൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സാധാരണക്കാരെന്നുള്ളത് അത് ഒരു അടിമത്തത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു വിശ്വാസചര്യയായിട്ട് മാറ്റപ്പെട്ടു. അങ്ങനെ ആ കാലഘട്ടമായപ്പോഴേക്കും സഭയിലെ അൽമായരുടെ പ്രാധാന്യം വളരെയധികം കുറയുകയും അൾത്താരയിൽ നിന്ന് അൽമായൻ പുറത്താക്കപ്പെടുകയും ചെയ്യുകയാണ്. അതിനൊരു മാറ്റം വന്നത് 19-20 നൂറ്റാണ്ടുകളിലുണ്ടായ പ്രൊട്ടസ്റ്റൻ്റ് വിപ്ലവം നമുക്കറിയാം. അതിനെ തുടർന്ന് ധാരാളം പ്രൊട്ടസ്റ്റൻ്റ് സഭകൾ കത്തോലിക്ക സഭയിൽ നിന്ന് വേർപെട്ടുണ്ടാവുകയും അങ്ങനെ വീണ്ടും അൽമായരുടെ പ്രാധാന്യം ക്രൈസ്തവ സഭയിൽ ഉയർന്നു വരികയും ചെയ്തു. അങ്ങനെ CSI സഭാ രൂപീകരണം നമുക്കറിയാം. അതിനുശേഷമായിട്ട് നമ്മുടെ സഭ രൂപീകരിച്ചതിന് ശേഷം 1975 നമ്മുടെ സഭയിൽ ഒരു അൽമായ സംഘടന അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ കൂട്ടായ്മ എന്ന പേരിലും പിന്നീട് പ്രൊഫഷണൽ ഫെലോഷിപ്പ് എന്ന പേരിലും പിന്നീട് അൽമായ ഫെലോഷിപ്പ് എന്ന പേരിലും നമ്മുടെ ഒരു അൽമായ കൂട്ടായ്മ നമ്മുടെ സഭയിൽ രൂപം കൊള്ളുന്നത്. അടുത്ത വർഷം 2025 ആകുമ്പോൾ അൽമായ ഫെലോഷിപ്പിൻ്റെ 50ാമത് വാർഷികം നമ്മൾ ആഘോഷിക്കുകയാണ്. അൽമായ ഫെലോഷിപ്പിൻ്റെ ജൂബിലി ആഘോഷമാണ്. നിരവധി പ്രോജക്റ്റുകൾ നമ്മളതിനു വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. അതുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയെല്ലാം നിങ്ങളുടെ പ്രത്യേകമായ പ്രാർത്ഥനയും സഹകരണങ്ങളും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ അൽമായ ഫെലോഷിപ്പിൻ്റെ ഒരു പുതിയ ഭരണഘടന നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 50 രൂപയാണ്.
നിങ്ങളത് വായിച്ചാൽ എന്താണ് അൽമായ ഫെലോഷിപ്പിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി സഭ ലക്ഷ്യമാക്കുന്നതെന്ന് വ്യക്തമായി അതിൻ്റെ ആ പറഞ്ഞത് നമ്മൾ വ്യക്തമാക്കിയിട്ടുണ്ട്. പുരോഹിതന്മാരോട് ചേർന്ന് അച്ഛന്മാരോട് കൂടി ചേർന്നുകൊണ്ട് സഭയുടെ ആത്മീക ശുശ്രൂഷയിൽ അൽമായർക്ക് പങ്കാളിത്തം കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ മുഖ്യമായി ലക്ഷ്യം വെക്കുന്നത്. അല്ലെങ്കിൽ സഭയിലെ അൽമായരുടെ ആത്മീകവും ഭൗതികവുമായിട്ടുള്ള വളർച്ചയാണ് അൽമായ ഫെലോഷിപ്പ് കൊണ്ട് നമ്മൾ വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു മാസിക അൽമായ സന്ദേശം എന്ന പേരിലൊരു മാസികയുണ്ട്. 150 രൂപയാണ് ഇതിൻ്റെ വരിസംഖ്യ. നിങ്ങളിൽ എഴുതാവുന്ന എഴുത്തിൽ താല്പര്യമുള്ളവർ കവിതകളായാലും കൊള്ളാം, ആർട്ടിക്കിൾസ് ആയാലും കൊള്ളാം. അത് ബിബ്ലിക്കൽ മാത്രമാണെന്നില്ല, സെക്കുലർ ആയാലും കുഴപ്പമില്ല. നിങ്ങളുടെ രചനകൾ നിങ്ങൾ ക്ഷണിക്കുന്നുണ്ട്. അച്ഛനെ നമ്പർ തരും. നിങ്ങൾക്ക് എഴുതാനുള്ള കഴിവുകളുണ്ടെങ്കിൽ നിങ്ങളുടെ രചനകൾ അച്ഛനെ ഏൽപ്പിക്കുകയും അല്ലെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ മേടിച്ചാൽ നിങ്ങൾക്കത് തരാം. അതുപോലെ ജ്ഞാനനിക്ഷേപത്തിലും നിങ്ങൾക്ക് നിങ്ങളുടെ രചനകൾ പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ ജ്ഞാനനിക്ഷേപത്തിലും അൽമായ സന്ദേശത്തിലും നിങ്ങൾക്ക് എഴുതുവാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ രചനകൾ ക്ഷണിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഈ അവസരത്തിൽ ഓർപ്പിക്കുകയാണ്, 150 രൂപയാണ് ഇതിൻ്റെ വാർഷിക വരിസംഖ്യ. ഇന്ന് താല്പര്യമുള്ള ആളുകൾക്ക് അൽമായ സന്ദേശം മാസികയുടെ വരിക്കാരാകാൻ സാധിക്കും. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വരിസംഖ്യ തരുവാനും റെസിപ്റ്റ് നിങ്ങൾക്ക് കൈപ്പറ്റാനുള്ള സൗകര്യം കൂടെ ആരാധനയ്ക്ക് ശേഷം ഒരുക്കുന്നതാണ്. അതോടൊപ്പം അൽമായ ഫെലോഷിപ്പിൻ്റെ മീറ്റിംഗ് കൂടുവാനുള്ള ഞാൻ അച്ഛനോട് സംസാരിക്കാൻ വിട്ടുപോയി. സാഹചര്യം ഉണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് ഭാരവാഹികൾ ഇരുന്നാൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ച് അതൊന്ന് പിരിയാമെന്നോട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അൽമായ ഫെലോഷിപ്പിൻ്റെ ഇന്നത്തെ ചിന്താ വിഷയത്തിലേക്ക് വളരെ പെട്ടെന്ന് കടന്നുകൂടി എനിക്ക് ലഭ്യമായിരിക്കുന്ന സമയത്തിന് ഉള്ളിൽ ഇത് ഞാൻ അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക എന്നുള്ളതാണ് അൽമായ ഫെലോഷിപ്പിൻ്റെ ഇത്തവണത്തെ നമ്മളുടെ ചിന്താ വിഷയമായി ഈ വർഷം നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. മഹായിടവകയുടെ ചിന്താ വിഷയവുമായി ചേർന്ന് പോകുന്നൊരു ചിന്താ വിഷയമാണ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. എന്താണ് മാനസാന്തരം എന്ന വാക്കിൻ്റെ അർത്ഥം? മനസ്സിനുണ്ടാകുന്ന മാറ്റം, അന്തരം എന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാം. മാനസാന്തരം എന്ന് പറയുന്ന വാക്കിനെ നമ്മൾ അല്പം കൂടെ നമ്മളൊരു സാഹിത്യവൽക്കരിച്ച് പറയുകയാണെങ്കിൽ, അത് അല്പം ബിബ്ലിക്കൽ മീനിങ് ചേർത്ത് പറയുകയാണെങ്കിൽ, ലൗകിക മനുഷ്യനിൽ നിന്നും ആത്മീക മനുഷ്യനിലേക്കുള്ള ഒരു തീർത്ഥയാത്രയാണ് മാനസാന്തരം. ലൗകിക മനുഷ്യനിൽ നിന്നും ആത്മീക മനുഷ്യനിലേക്കുള്ള ഒരു തീർത്ഥയാത്രയാണ് മാനസാന്തരം. മാനസാന്തരം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ഒരു അസംസ്കൃത വസ്തു അതിനാവശ്യമാണ്. മാനസാന്തരത്തിനാവശ്യമായ അസംസ്കൃത വസ്തുവാണ് കുറ്റബോധം. അപ്പോൾ കുറ്റബോധം ഉണ്ടെങ്കിൽ മാത്രമേ അനുതാപവും മാനസാന്തരവും മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ. നമ്മൾ ഏദൻ തോട്ടത്തിലേക്ക് നോക്കുകയാണെങ്കിൽ, ഏദൻ തോട്ടത്തിൽ എന്തുകൊണ്ടാണ് ദൈവം ക്ഷമിക്കാതിരുന്നത്? അവിടെ കുറ്റബോധം ഉള്ളതായിട്ട് നമ്മൾ കാണുന്നില്ല. ദൈവം താൻ സ്നേഹിക്കുകയും താൻ സൃഷ്ടിക്കുകയും ചെയ്ത മനുഷ്യൻ്റെ അടുത്ത് വരുമ്പോൾ ദൈവിക കൽപ്പന ലംഘിച്ച മനുഷ്യൻ മരത്തിൻ്റെ മുകളിൽ ഒളിഞ്ഞിരിക്കുകയാണ്. ദൈവം കടന്നു വന്ന് അവനോട് ചോദിക്കുമ്പോൾ അവൻ പറ്റിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് പുരുഷൻ പറയുന്നത്? അല്ലെങ്കിൽ ആദം ദൈവത്തോട് പറയുകയാണ്, ഞാനല്ല കുറ്റം ചെയ്തത്, കുറ്റം ചെയ്ത ആരാണ്? സ്ത്രീയാണ്. അപ്പോൾ അവിടെ ഒരിക്കലും ദാവീദ് പറഞ്ഞതുപോലെ ഒരു അനുതാപം ആദമിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. 51-ാം സങ്കീർത്തനം നമ്മൾ വായിച്ച് കേട്ടതാണ്. അവിടെ ദാവീദ് തൻ്റെ കുറ്റം ഏറ്റുപറയുകയാണ്. താൻ പാപിയാണെന്ന് സമ്മതിക്കുമ്പോൾ ആദം അവിടെ കുറ്റം സമ്മതിക്കുന്നില്ല. ആദം പറയുന്നത്, നീ എനിക്ക് തന്ന പാതിയാണ് ഇതിൻ്റെ പ്രശ്നം, ആ പാതി തന്ന പാതിയാണ് ഞാൻ കഴിച്ചത്, അല്ലേ? വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, നീ തന്ന പാതി എനിക്കൊരു പാതി തന്നു, ആ പാതി ഞാൻ കഴിച്ചു. അപ്പോൾ വളരെ തന്ത്രപൂർവം ആദം ആ കുറ്റം ഹവ്വയുടെ മേലിട്ടു. അപ്പോൾ ദൈവം അടുത്ത ആളെ പിടിച്ചു. ഹവ്വ, നീ എന്താ പരിപാടിയാണ് കാണിച്ചത്? അപ്പോൾ ഹവ്വ എന്താണ് പറഞ്ഞത്? ഞാനല്ല പ്രശ്നം, ഒരു ഫ്രണ്ടാണ് പ്രശ്നം, ഈ ഫ്രണ്ടാണ് എന്നെ ചതിച്ചത്. വളരെ സിമ്പിളായിട്ട് ഹവ്വയും വെച്ചൊഴിഞ്ഞു. പിന്നീട് ദൈവം പാമ്പിനോടൊന്നും ചോദിക്കുക, അല്ലെങ്കിൽ സാത്താനോട് ദൈവം ഒന്നും ചോദിക്കുന്നില്ല. കാരണം സാത്താനോട് ചോദിച്ചിട്ട് കാര്യമില്ല. കാരണം സാത്താൻ ഒരിക്കലും മാനസാന്തരം വന്നൊരു നല്ല സാത്താനായിട്ട് മാറത്തില്ല, അല്ലേ? സാത്താൻ ബേസിക്കലി സാത്താൻ്റെ സ്വഭാവം സാത്താൻ തന്നെ ആയതുകൊണ്ട് സാത്താനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന പ്രശ്നം അവിടെ ഇല്ല. ദൈവം സാത്താനെ വിട്ടു. അപ്പോൾ ഏദൻ തോട്ടത്തിൽ നമ്മൾ കാണുന്നത് കുറ്റബോധം എന്ന് പറഞ്ഞ അസംസ്കൃത വസ്തു അവിടെ ഉരുവാക്കപ്പെടുന്നില്ല. അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവിടെ കുറ്റമാണ് മാറിയത്. മനസ്സിന് മാറ്റമുണ്ടായില്ല. കുറ്റം ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് വിട്ടു. എൻ്റെ കുറ്റം ഞാൻ അടുത്ത ആൾക്ക് കൊടുത്തു, ആൾ കുറ്റം അടുത്ത ആൾക്ക് കൊടുത്തു. അതുകൊണ്ടാണ് അവിടെ ശിക്ഷിക്കപ്പെടുന്നത്. മാനസാന്തരത്തിൻ്റെ അനുഭവം അവിടെ ഉണ്ടാകുന്നില്ല. അപ്പോൾ കുറ്റബോധമാണ് മാനസാന്തരത്തിൻ്റെയും അനുതാപത്തിനും വേണ്ട ഏറ്റവും ആവശ്യം വേണ്ട അസംസ്കൃത വസ്തു. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടോ? ചില കുറ്റങ്ങൾ പരിചിതമാകുമ്പോൾ, ആവർത്തിക്കപ്പെടുമ്പോൾ കുറ്റബോധം എന്ന അസംസ്കൃത വസ്തു അവിടെ ഫോം ചെയ്യത്തില്ല, അല്ലേ? നമ്മൾ സ്ഥിരമായി ചില കുറ്റം ചെയ്തു കഴിയുമ്പോൾ നമ്മൾ അതുമായിട്ടങ്ങ് ശീലം, കുറ്റം അല്ലെങ്കിൽ തെറ്റുശീലമായി പോകും. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ, ഏദൻ തോട്ടത്തിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താവുന്നതാണ്. രണ്ടാമതായിട്ട് മാനസാന്തരത്തിന് ഒരു 3 അനുഭവങ്ങൾ വേറെയുണ്ട്. ഒന്ന്,
താൽക്കാലികമായ മാനസാന്തരം. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊക്കെ അതിൻ്റെ വക്താക്കളാണ്. പഴയ നിയമത്തിൽ നമുക്കൊരാളെ അറിയാം, ശൗൽ എന്ന് പറയുന്ന രാജാവിനെ അറിയാം. ദൈവം തിരഞ്ഞെടുത്ത ഇസ്രായേലിൻ്റെ ഒന്നാമത്തെ രാജാവ് ശൗൽ. ശൗലിൻ്റെ ജീവിതത്തിലുണ്ടായ പ്രശ്നം എന്നുള്ളത്, ദാവീദ് കടന്നു വരുന്നു. ദാവീദിൻ്റെ രംഗപ്രവേശം, തൻ്റെ സ്ഥാനനഷ്ടം, തൻ്റെ കസേര നഷ്ടപ്പെടുമോ ദാവീദ് കടന്നു വന്നപ്പോൾ ചെറിയ ഒരു ഈഗോ ശൗലിൻ്റെ ജീവിതത്തിലുണ്ടായി. അപ്പോൾ ദാവീദിൻ്റെ വളർച്ച ശൗലിനെ സഹിക്കാൻ അധികമായി. നമ്മളൊക്കെ രാഷ്ട്രീയ മുദ്രാവാക്യം കേൾക്കുന്നത് പോലെ ശൗൽ 1000 കൊന്ന് 10,000, ദാവീദ് 10,000 കൊന്നു എന്ന് പറയുന്നതൊക്കെ നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ നമ്മൾ ദാവീദ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയുടെ മുദ്രാവാക്യം പറയത്തില്ലേ, ധീരാവീര ദാവീദ് അല്ലേ, ധീരതയോടെ നയിച്ചോളൂ, ലക്ഷം ലക്ഷം പിന്നാൽ. ഇത് കേട്ട് കഴിഞ്ഞാൽ ശൗലിന് ഇരിക്കപ്പുറത്തില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും ദാവീദിനെ ഉന്മൂലനം ചെയ്യണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ശൗലിൻ്റെ മനസ്സ് മാറുന്നുണ്ട്. അപ്പോൾ ദാവീദിനെ വിളിച്ച് കരയുന്നു, എൻ്റെ മകനെ ഞാൻ ചെയ്ത് തെറ്റാണല്ലോ എന്ന് പറഞ്ഞ് ശൗലിൻ്റെ ജീവിതത്തിൽ ഒരു ചെറിയ മനസ്സാന്തരം. പക്ഷെ അധികം വൈകാതെ ശൗൽ വീണ്ടും പഴയ ശൗലായിട്ട് മാറുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു മാറ്റമാണിത്, ഒരു താൽക്കാലികമായിട്ടുള്ള മാനസാന്തരം. അതായത് ഒരു ചൂളമരം നമ്മൾ സംഘടിപ്പിച്ചാൽ കാറ്റടിച്ച് ഈ മരത്തിൻ്റെ ഇതിൻ്റെ ഒരു കാറ്റാടി മരം നോക്കിയാൽ പല സ്ഥലങ്ങളിൽ കാറ്റിൻ്റെ സമ്മർദ്ദം കൊണ്ട് മാറും അല്ലേ. വീണ്ടും ആ കാറ്റിൻ്റെ സമ്മർദ്ദം ഇല്ലാതാകുമ്പോൾ, കാറ്റിൻ്റെ ശക്തി കുറയുമ്പോൾ എന്തു ചെയ്യും? അത് വീണ്ടും പഴയ സ്വഭാവത്തിലേക്ക് വരും എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് നമ്മൾ ദൈവത്തെങ്കിലേക്ക് അടുക്കാനും കുറ്റബോധം ഉണ്ടാകുവാനും ക്ഷമ ചോദിക്കാനൊക്കെ തയ്യാറാകുമെങ്കിലും വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? പഴയ രീതിയിലേക്ക് തന്നെ മാറ്റപ്പെടും. താൽക്കാലികമായ ഒരു മനസ്സാന്തരം. അതുപോലെ തന്നെ ഈ ശൗലിൻ്റെ കാര്യം പറഞ്ഞതുപോലെ വ്യക്തിപരമായി ചങ്ങനാശ്ശേരിയിൽ എൻ്റെ കോളേജിൽ പഠിച്ചൊരു സുഹൃത്ത്, സാധാരണ ഞാൻ ഈ ബൈബിൾ പ്രസംഗത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നതല്ല, പക്ഷേ എനിക്കത് ഇതോടെ റിലേറ്റഡ് ആയതുകൊണ്ട് പറയണമെന്ന് തോന്നി. എൻ്റെ ഒരു സുഹൃത്താണ്, എൻ്റെ അയൽവാസിയാണ്, കോളേജിൽ എൻ്റെ കൂടെ പഠിച്ചൊരു വ്യക്തിയാണ്, ഹിന്ദുവാണ്, ഹൈന്ദവ ആചാരങ്ങളിലൊക്കെ അടിയുറച്ച് അവരുടെ സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ ജീവിക്കുന്നൊരു വ്യക്തിയാണ്. അങ്ങനെ ഇദ്ദേഹം സ്പിരിറ്റിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. ചാരായം ഒക്കെ നിരോധിക്കുന്ന സമയത്ത് അവരുടെ കച്ചവടമൊക്കെ നഷ്ടപ്പെട്ടു പോയി. വലിയ സാമ്പത്തികമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വന്ന് സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ വന്ന് ഇദ്ദേഹം ഒരു മാനസികമായി അങ്ങ് തകരുകയും അങ്ങനെ ചെറിയ ചെറിയ മോഷണങ്ങളിലൊക്കെ ഏർപ്പെടുകയും അങ്ങനെ ഭാര്യയുടെ കഴുത്തിൽ കിടന്ന താലി ഉൾപ്പെടെ മോഷ്ടിക്കുന്നു, കുഞ്ഞിൻ്റെ 28 കെട്ടിയ അരിഞ്ഞാണം മോഷ്ടിക്കുന്നു. അങ്ങനെ സമൂഹത്തിൽ മൊത്തം ആ പ്രദേശത്ത് മുഴുവനും ഇദ്ദേഹത്തെ കൊണ്ട് ശല്യമായി. നല്ല ആരോഗ്യമുള്ളൊരു ആളാണ്. ഞങ്ങളൊക്കെ ഒഴിഞ്ഞു മാറും, കാരണം പലപ്പോഴും വന്നു കഴിഞ്ഞാൽ പോക്കറ്റിൽ നിന്ന് പൈസ ഉണ്ടോ എന്ന് ചോദിച്ചെങ്കിൽ നമുക്കൊന്നും പറയാനും പറ്റത്തില്ല, എടുക്കുന്ന ഒരു സമയം. അങ്ങനെ വളരെ മോശപ്പെട്ട് അദ്ദേഹത്തെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ വീടും നാടും ഭാര്യ പിണങ്ങിപ്പോയി, കുഞ്ഞിനെയും കൊണ്ട് പോയി. അങ്ങനെ വളരെ എന്താ പറയുക, ഏറ്റവും നികൃഷ്ടമായ രീതിയിൽ ജീവിച്ച് അദ്ദേഹം വരുന്ന സമയത്ത് ഞാൻ കുറച്ച് നാൾക്ക് ശേഷം ഞാൻ ചങ്ങനാശ്ശേരിയിൽ പള്ളിയുടെ അടുത്ത് നോക്കുമ്പോൾ ഈ പറയുന്ന വ്യക്തി നല്ല വെള്ള ഉടുപ്പൊക്കെ ഇട്ട് കറുത്ത പാൻറ്റുമൊക്കെ ഇട്ട് കയ്യിലൊരു ചെറിയ ബൈബിളുമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഇദ്ദേഹമാണോ എന്നൊരു ചെറിയ സംശയം തോന്നി. ഞാൻ ഇപ്പോൾ ഇതൊക്കെ വണ്ടി നിർത്തി അടുത്ത് ചെന്നപ്പോഴത്തേക്ക് 3-4 പാസ്റ്റർമാരും കൂടെ നിൽപ്പുണ്ട്. എനിക്കറിയാവുന്ന 2 പാസ്റ്റർമാരും കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ എന്നെ കണ്ടപ്പോൾ ഈ വ്യക്തി അല്പം പുറകോട്ട് മാറിയപ്പോൾ ഞാൻ അടുത്തോട്ട് ചെന്ന് ഷേക്ക് ഹാൻഡ് കൊടുത്തപ്പം എന്നോട് പറഞ്ഞ്, ഞാൻ മനസ്സാന്തരപ്പെട്ടു, ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് വിശ്വസിക്കാൻ തോന്നിയില്ല. അപ്പോൾ എന്നോട് ഒരു കാര്യം പുള്ളി പറഞ്ഞു, എൻ്റെ പഴയ കാര്യങ്ങൾ ഒന്നും ഇവരോട് പറയരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ് പറയത്തില്ല എന്ന് പറഞ്ഞ് ശരി ഓക്കെ എന്ന് പറഞ്ഞ് എനിക്ക് സന്തോഷം ഉണ്ട് എന്ന് പറഞ്ഞ് ഞാൻ പോയി. എങ്കിലും എൻ്റെ മനസ്സിലൊരു സംശയമുണ്ടായിരുന്നു. കാരണം ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം വെച്ച് ഇനി പാസ്റ്റർമാരെ കൂടെ വളർത്തിയടിച്ചുള്ളത് കൊണ്ട് പോകുമോ എന്നുള്ളൊരു സംശയം ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്കൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞ് നമുക്ക് 2 ദിവസം കാണാം, സംസാരിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഓഫീസിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഈ പാർട്ടിയോടെ കടന്നു വന്നു. ഞാൻ കുറേ സംസാരിച്ചിട്ട് ഞാൻ നേരെ സംസാരിച്ചതെല്ലാം ബൈബിളിന് വിരുദ്ധമായിട്ടാണ്. ബൈബിളിനും ക്രിസ്തുവിനും വിരുദ്ധമായിട്ടുള്ള പല കാര്യങ്ങളും ഞാൻ ഇദ്ദേഹത്തോട് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു, ബൈബിൾ എന്ന് പറയുന്നത് അത്ര വിശ്വസിക്കാൻ പറ്റുന്ന പുസ്തകമൊന്നുമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം എനിക്ക് മറുപടി ഞാൻ ഇദ്ദേഹത്തിൽ നിന്ന് പരീക്ഷിക്കാൻ വേണ്ടി ചോദിച്ചതാണ്. അപ്പം ഈ വ്യക്തി വളരെ അദ്ദേഹത്തിൻ്റെ അറിവിനൊത്തോണം വളരെ ശക്തമായ രീതിയിൽ ക്രിസ്തുവിനെയും ബൈബിളിനെയും ഒക്കെ ഇദ്ദേഹം ഡിഫെൻഡ് ചെയ്തുകൊണ്ട് എന്നോട് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ എന്നോട് ചോദിച്ചു, എന്താ ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ ചോദിച്ചു. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഞാൻ പറഞ്ഞ്, ഞാൻ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ്, നിങ്ങളുടെ മാനസാന്തരപ്പെട്ടു എന്ന് പറഞ്ഞാൽ മാനസാന്തരം കൃത്യമാണോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ നോക്കിയാണ് എന്ന് പറഞ്ഞ് ഞാൻ മാനസാന്തരപ്പെട്ടതാണ്
എന്ന് പറഞ്ഞു. ഞാൻ രക്ഷിക്കപ്പെട്ടു. അപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. കാരണം അപ്പോൾ ഈ നാട്ടിലൊക്കെ ഭയങ്കര ഇദ്ദേഹത്തെ കളിയാക്കാൻ തുടങ്ങി. കാരണം ഇവൻ ആ പ്രദേശത്ത് മുഴുവൻ ഇങ്ങനെ മദ്യപിച്ച് ലക്കുകെട്ട് നടക്കുകയും അങ്ങനെ ചോദിച്ചൊരു വ്യക്തിയെ പെട്ടെന്ന് ഒരു പെന്തിക്കോസിൽ പോയാൽ പാസ്റ്ററായി എന്ന് കണ്ടപ്പോൾ കൂട്ടുകാരെല്ലാം കളിയാക്കാനും അങ്ങനെ അവൻ്റെ മാനസികാവസ്ഥയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. നാട്ടിൽ നിന്ന് കുറച്ചാൾ മാറി നിന്ന് അങ്ങനെയൊക്കെ നിൽക്കുക. ഒരു ദിവസം ഒരു 6 മാസം കഴിഞ്ഞ് ഞാനൊരു സുഹൃത്തിൻ്റെ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് ഈ ഇദ്ദേഹം ആ വീട്ടിലുണ്ട്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ എൻ്റെ ശബ്ദം കേട്ടപ്പോൾ പെട്ടെന്ന് ഇദ്ദേഹം മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടി ശ്രമിച്ചു. ഞാൻ നോക്കിയപ്പോൾ പഴയതിനേക്കാൾ മദ്യപിച്ച് 4 കാലിൽ നമ്മൾ ഈ പാസ്റ്റർ എന്ന് പറഞ്ഞ ആൾ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തെ കണ്ടൊന്ന് പുറത്തിറങ്ങാൻ നോക്കിയപ്പോൾ എൻ്റെ പുറകെ വന്നു. അപ്പോൾ എന്നോട് പറഞ്ഞ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരു അബദ്ധം പറ്റി. ഞാൻ എന്താണെന്ന് ചോദിച്ചു. ഞാനൊരു പാസ്റ്ററെ വിശ്വസിച്ചാണ് ഞാൻ അദ്ദേഹത്തെ മാനസാന്തരപ്പെടുത്തിയൊരു പാസ്റ്റർ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കാണാൻ ആഗ്രഹിക്കാത്ത ചില കാഴ്ചകൾ കണ്ടപ്പോൾ ഞാൻ തകർന്നുപോയി. അതുകൊണ്ടാണ് ഞാൻ മദ്യപിക്കുന്നത്. എൻ്റെ മാനസാന്തരം എനിക്ക് ഇതാണോ ക്രിസ്ത്യാനിറ്റി എന്ന് കരുതി ഞാൻ ഇങ്ങനെ ആയിപ്പോയി. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ നോക്കിയത് പാസ്റ്ററെയാണ്, അതുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ പരാജയം സംഭവിച്ചത്. നീ നോക്കേണ്ടിയിരുന്നത് ആരെയായിരുന്നു? ക്രിസ്തുവിനെ നോക്കിയിരുന്നെങ്കിൽ, നിൻ്റെ മാനസാന്തരം ശരിയായിട്ടുള്ള മാനസാന്തരമായിരുന്നുവെങ്കിൽ ഏതെങ്കിലും വ്യക്തിയുടെ ജീവിതത്തിലുണ്ടാകുന്ന പരാജയം കണ്ടുകൊണ്ട് നീ ഇങ്ങനെ മദ്യപിച്ച് നടക്കത്തില്ലായിരുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ കൂടുതൽ സംസാരിക്കാൻ പോയില്ല. ഞാനങ്ങ് പോയി. വീണ്ടും ഒരു 6 മാസം കഴിഞ്ഞ് ഞാൻ കാണുമ്പോൾ ഓഫീസിൻ്റെ അടുത്ത് വീണ്ടും ഈ സുഹൃത്ത് വന്നിട്ട് എന്നോടൊരു 10 രൂപ ചോദിക്കുകയാണ്. അപ്പം ഞാൻ നോക്കുന്ന സമയത്ത് നമ്മൾ ഈ മുടിയൻ പുത്രൻ്റെ ഉപമയിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഒരു മുടിയൻ പുത്രൻ കടന്നു വരുന്നൊരു അവസ്ഥ നോക്കിയേ. അതുപോലെ കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളുമായിട്ട് ഒരു യാചകനെ പോലെ എനിക്കിദ്ദേഹത്തെ കണ്ടിട്ട് മനസ്സിലായില്ല. ഇവനെ കണ്ടിട്ട് അത്ര നികൃഷ്ടമായിട്ട് മുടിയെല്ലാം വളർത്തി വളരെ ഒരു മാനസിക രോഗി നിൽക്കുന്ന പോലെ ഒരു 10 രൂപയ്ക്ക് വേണ്ടി നിൽക്കുകയാണ്. എനിക്ക് വളരെയധികം പ്രയാസം തോന്നി കണ്ട സമയത്ത്. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ചില മാനസാന്തരങ്ങൾ ചിലപ്പോഴൊക്കെ താൽക്കാലികമാകാം. ഇതിന് സമാനമായിട്ട് നമുക്കറിയാം യൂദയ്ക്കുണ്ടായ അനുഭവം അല്ലേ. യൂദാ ഇസ്കരിയോത്ത്. ഒരു ബുക്ക് എഴുതിയിരുന്നു, ആർട്ടിക്കിൾ എഴുതിയിരുന്നു, അക്കൽദാമയിലെ മാപ്പുസാക്ഷി എന്ന് പറഞ്ഞൊരു പുസ്തകം. എനിക്ക് വളരെയധികം അനുകമ്പ തോന്നിയൊരു കഥാപാത്രമാണ് യൂദാ ഇസ്കരിയോത്ത്. നമ്മളെല്ലാവരും അദ്ദേഹം ക്രിസ്തുവിനെ ഒറ്റുകൊടുത്തു എന്ന രീതിയിൽ വ്യാഖ്യാനിക്കുകയും അദ്ദേഹത്തെ യൂദയെ നമ്മൾ എതിർക്കുകയും ചെയ്യുന്നു. യാഥാർത്ഥ്യം തന്നെയാണ്, അതൊന്നും നമ്മൾ നിഷേധിക്കുന്നില്ല. എങ്കിലും യേശു ക്രിസ്തു പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ മനുഷ്യൻ ജനിച്ചില്ലായിരുന്നുവെങ്കിൽ അവന് കൊള്ളാമായിരുന്നു. യൂദാ ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുൻപ് പ്രവാചകൻ എഴുതി, എൻ്റെ ജനം 30 വെള്ളിക്കാശിന് എന്നെ ഒറ്റിക്കൊടുക്കും. എൻ്റെ ജനം എന്നെ മതിച്ചിരിക്കുന്ന മനോഹരമായ വില 30 വെള്ളിക്കാശ്. എൻ്റെ കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂടെ ഉണ്ടായിരുന്ന വ്യക്തി അല്ലേ. അപ്പോൾ യൂദയെ പറ്റിയുള്ള ധാരാളം വാക്യങ്ങളുണ്ട്. നാം ഒരുമിച്ച് സ്നേഹസംവാദം ചെയ്ത ദേവാലയത്തിലേക്ക് കടന്നുപോയി. സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുകയാണ് അല്ലേ. എൻ്റെ കൂട്ടുകാരൻ അല്ലെങ്കിൽ യൂദയെ പറ്റി പറയാണ്, എൻ്റെ അപ്പം തിന്നവൻ എൻ്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു. അങ്ങനെ ക്രിസ്തുവുമായി മധുര സംഭാഷണം ചെയ്തുകൊണ്ട് ദേവാലയത്തിലേക്ക് കടന്നുപോയ ക്രിസ്തുവിൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിന്നൊരു വ്യക്തി, അവനെ പറ്റിയാണ് ക്രിസ്തു പറഞ്ഞത്, ആ മനുഷ്യൻ ജനിച്ചില്ലായിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. ക്രിസ്തുവിൻ്റെ ക്രൂശിക്കാൻ വിധിച്ചെന്ന് കേട്ടപ്പോൾ യൂദയ്ക്ക് കുറ്റബോധമുണ്ടായി. അവിടെ കുറ്റബോധം എന്ന് പറയുന്ന അസംസ്കൃത വസ്തു അവിടെയും ഫോം ചെയ്തു. പക്ഷേ യൂദയിലുണ്ടായ കുറ്റബോധം അവന് നിയന്ത്രിക്കാവുന്നതിലും അമിതമായിരുന്നു. ഒരുപക്ഷെങ്കിൽ ക്രിസ്തു തൻ്റെ എന്തെങ്കിലും അത്ഭുതം പ്രവർത്തിച്ച് രക്ഷപ്പെടും എന്നൊക്കെ ഒരു ചിന്ത യൂദയ്ക്കുണ്ടായി കാണാം. എനിവേ യൂദയ്ക്ക് ആ കുറ്റബോധത്തിൻ്റെ ഉമിത്തിയിൽ വെന്തു നീറാനേ സാധിച്ചുള്ളൂ. അല്ലെങ്കിൽ യൂദയ്ക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചില്ല. യൂദ നമ്മൾ കാണുന്നത് തൂങ്ങിച്ചെയ്യാൻ ആത്മഹത്യ ചെയ്യുകയാണ്. ചില കുറ്റബോധങ്ങൾ നമ്മുടെയും ജീവിതത്തിൽ ഇതുപോലെ ഒരു ഉമിത്തിയായിട്ട് വെന്ത് നീറുന്നുണ്ടാകാം അല്ലേ. ഇനിയും നമുക്ക് രക്ഷയില്ല എന്ന് തോന്നുന്നത്. ചിലപ്പോൾ നമ്മൾ ഒളിച്ചു വെച്ചിരിക്കുന്ന പല രഹസ്യമായിട്ടുള്ള പാപങ്ങളും പ്രവൃത്തികളും തെറ്റുകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും, നമ്മൾ ദേവാലയത്തിൽ പോകുന്നുണ്ടായിരിക്കാം, സഹകരിക്കുന്നുണ്ടായിരിക്കാം, ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാകാം, ഇതിനൊരു മാറ്റം ഉണ്ടാകത്തില്ല, ഞാൻ പാപി തന്നെയാണ്, എനിക്കൊരു വിടുതലുണ്ടാകില്ല, ദൈവമെല്ലാം കാണുന്നുണ്ട് എന്ന് ചിന്തിക്കാമായിരിക്കാം. ഒരുപക്ഷെ നമ്മൾ ആത്മഹത്യ ചെയ്യുന്നില്ലെങ്കിലും ഈ ചിന്തകൾ നമ്മളെ വേദനിപ്പിക്കുന്നുണ്ടാകാം. പക്ഷേ അപ്പോഴും ബൈബിൾ പറയാണ്, നിങ്ങളുടെ പാപങ്ങൾ കടുംചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും. അപ്പോൾ കുറ്റബോധം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏത് ഡിഗ്രിയിൽ എത്തിയെന്ന് പറഞ്ഞാലും, ഏത് തലങ്ങളിൽ ആ കുറ്റബോധം എത്തിയെന്ന് പറഞ്ഞാലും, നമ്മളുടെ ജീവിതത്തിലും അല്ലെങ്കിൽ മനസ്സുകൊണ്ടും നമ്മൾ ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല. ചിലപ്പോൾ നമ്മൾ ശരീരം കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നില്ല എങ്കിലും നമ്മളൊക്കെ മാനസികമായി പലപ്പോഴും ആത്മഹത്യ ചെയ്യുന്നവരാണ്. അതിൻ്റെ ആവശ്യം ഇല്ല എന്നാണ് ബൈബിൾ ഈ യൂദയുടെ അനുഭവമൊക്കെ യൂദാസിൻ്റെ അനുഭവത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് മാത്രമാണ്.
മറ്റൊരു മാനസാന്തരത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട അനുഭവം എന്ന് പറയുന്നത് സ്ഥിരമായ മാനസാന്തരം, സ്ഥായിയായ മാനസാന്തരം എന്നുള്ളത്. പല അനുഭവങ്ങളും നമുക്കറിയാം. ശൗലിൻ്റെ ജീവിതം, പുതിയ നിയമത്തിലെ ശൗൽ അല്ലെങ്കിൽ പൗലോസ് അപ്പസ്തോലൻ. ശൗലായിരുന്ന പൗലോസ് അല്ലെങ്കിൽ ശൗൽ എങ്ങനെയാണോ പൗലോസായി മാറിയത്, അതൊരു അനുകരണീയമായ ഒരു മാനസാന്തരത്തിൻ്റെ മാതൃകയാണ്. ശൗൽ എങ്ങനെ പൗലോസായി മാറി, അനുകരണീയ മാതൃക. ദാവീദിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച വീഴ്ചയിൽ നിന്നും അവൻ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് കുറ്റബോധം അവൻ്റെ മനസ്സിൽ വരിക. 51-ാം സങ്കീർത്തനം നമുക്കറിയാം, അതിൻ്റെ തലക്കെട്ടിൽ എഴുതിയിട്ടുണ്ട്. ബത്ശബയുടെ അടുത്ത് പോയതിന് ശേഷം, അല്ലെങ്കിൽ ബത്ശബയ്ക്ക് ശേഷമായിട്ട് പ്രവാചകൻ കടന്നു വന്ന് ആ മനുഷ്യൻ നീ തന്നെ എന്ന് പറയുന്ന ഏറ്റവും ഒരു കൂർത്തുമൂർത്തൊരു വാക്യം, ബൈബിളിലെ ഏറ്റവും നമ്മുടെ കുറുക്കിക്കൊള്ളുന്നൊരു വാക്യം അല്ലേ, ഒരു ഉപമ പറഞ്ഞതിന് ശേഷമായിട്ട്, നൂറാടുള്ള ഒരു മനുഷ്യൻ്റെ കഥ പറഞ്ഞതിന് ശേഷമായിട്ട്, ഒരു പെണ്ണാട്ടുംകുട്ടിയുള്ള ഒരു മനുഷ്യൻ്റെ ആടിനെ അവൻ വീട്ടിലെ ഗസ്റ്റ് വന്ന സമയത്ത് സ്വന്തം ആടുകളിൽ ഒന്നിനെ അറക്കാതെ പാവപ്പെട്ട ഒരു മനുഷ്യൻ്റെ ഒരു ആട്ടിൻകുട്ടിയുള്ള ഒരു വ്യക്തിയെ അവൻ്റെ ആടിനെ പിടിച്ചെടുത്തിട്ട് അതിനെ അറുത്ത് ഭക്ഷണം കൊടുത്തെന്ന് പറഞ്ഞപ്പോൾ ആ വ്യക്തിക്കെതിരെ ദാവീദിൻ്റെ ദേഷ്യം ഉയർന്നു പൊങ്ങിയ സമയത്ത്, ദാവീദ് ക്രൂദ്ധനായ സമയത്ത് പ്രവാചകൻ പറയാണ്, ആ മനുഷ്യൻ നീ തന്നെയാണ്. ആ കുറ്റബോധത്തിൽ എഴുതിയ സങ്കീർത്തനമാണ് 51-ാം സങ്കീർത്തനം, അവിടെ ദാവീദിൻ്റെ സങ്കീർത്തനം. അപ്പോൾ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന, നമുക്ക് അനുകരിക്കാവുന്ന ഒരു മാതൃകയാണ് ഒന്ന് പഴയ നിയമത്തിലെ ദാവീദിൻ്റെ അനുഭവം. ജീവിതത്തിൽ ധാരാളം തെറ്റുകുറ്റങ്ങൾ വന്നെങ്കിലും ദാവീദ് അനുദപിച്ച് ദൈവത്വത്തിലേക്ക് മടങ്ങി വരുന്നു. ഇതുപോലെയും നമ്മുടെ ജീവിതത്തിൽ തെറ്റുകളിൽ നിന്ന് നമുക്ക് മടങ്ങി വരുന്നതിനുള്ള ഒരു അവസരമുണ്ട്. അത് അനുകരണീയമായ ഒരു മാതൃകയാണ്. അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ ജീവിതം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, യഹൂദന്മാരുടെ ജീവിതം നമുക്കറിയാം. ഇസ്രായേൽ ലോകത്തിൻ്റെ ഘടികാരമാണ്. ഇസ്രായേൽ ലോകത്തിൻ്റെ ഘടികാരമാണ്. ഇസ്രായേലിനെ നമ്മൾ ഒരു ആത്മായൻ അല്ലെങ്കിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് നമ്മൾ നോക്കേണ്ട ഏറ്റവും ഉദാഹരണമാണ്, ഉത്തമ മാതൃകയാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ജാതി. അല്ലെങ്കിൽ ഞാൻ പൊളിറ്റിക്കൽ ഇസ്രായേലിനെ പറ്റിയല്ല പറഞ്ഞത്, ഇസ്രായേൽ ജനതയെ പറ്റിയാണ് സംസാരിക്കുന്നത്. അബ്രഹാമിനെ വിളിച്ച് വേർതിരിക്കുന്ന അവസരത്തിൽ ഇസ്രായേലിലെ ചരിത്രം നമുക്കറിയാം. പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ്. അബ്രഹാമിനെ വിളിച്ച് വേർതിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഉദ്ധാരണ പ്രക്രിയയ്ക്ക് അവിടെ തുടക്കം കുറിക്കുകയാണ്. അങ്ങനെ പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തിലേക്ക് ഇസ്രായേൽ ജനം കടന്നു പോവുകയാണ്. അങ്ങനെ യാക്കോബിൻ്റെ സന്തതി കനാൻ ദേശത്ത് താമസിക്കുന്ന സമയത്ത് കനാൻ ദേശത്ത് ക്ഷാമമുണ്ടാവുകയാണ്. നമുക്കറിയാം, ക്ഷാമമുണ്ടാകുന്ന അവസരത്തിൽ ഇസ്രായേൽ മക്കൾ എങ്ങോട്ടാണ് നോക്കിയത്? അവർക്ക് ക്ഷാമമുണ്ടായ അവസരത്തിൽ എന്നെയും നിങ്ങളെയും പോലെ നമ്മളെ വിളിച്ചു വേർതിരിച്ച ദൈവത്തിങ്കിലേക്ക് നോക്കുന്നതിന് പകരം മിസ്രൈമിൻ്റെ നന്മകളിലേക്കാണ് ഇസ്രായേൽ മക്കളുടെ കണ്ണുപോയത് അല്ലേ. മിസ്രൈമിൽ ധാന്യമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് യാക്കോബിൻ്റെ സന്തതി പരമ്പരകളും എങ്ങോട്ട് നീങ്ങുകയാണ്? മിസ്രൈമിലേക്ക് നീങ്ങുകയാണ്, ഈജിപ്തിലേക്ക് നീങ്ങുകയാണ്. തങ്ങളെ വിളിച്ചു വേർതിരിച്ച് കനാൻ ദേശത്ത് ആക്കിയ ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുന്നതിന് പകരമായി ഇസ്രായേൽ ജനത എങ്ങോട്ടാണ് നോക്കിയത്? ഇസ്രായേൽ ജനത നോക്കിയത് മിസ്രൈമിൻ്റെ നന്മകളിലേക്കാണ്. എങ്കിലും അവരെ ദൈവം അവിടെ ഉപേക്ഷിച്ചില്ല. അവർക്ക് മുൻപേ ദൈവം യോസഫിനെ അയക്കുകയാണ്. വീണ്ടും അവിടെ ചെന്നതിന് ശേഷമായിട്ട് എന്താണ് സംഭവിക്കുന്നത്? അവർക്ക് മിസ്രൈമിൽ പീഡനമുണ്ടായ അവസരത്തിൽ അവർ വീണ്ടും മനസ്സാന്തരപ്പെടുകയാണ്. അവർക്ക് കുറ്റബോധമുണ്ടാവുകയാണ്. ഇസ്രായേൽ മക്കളുടെ അവരുടെ നിലവിളി ശബ്ദം കേട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം അവർക്ക് മോശയെ രക്ഷകനായി അയക്കുകയാണ്. വീണ്ടും നമുക്കറിയാം, മോശെ ജനത്തെ മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് ചെങ്കടൽ കടത്തിക്കൊണ്ട് അവരാഗ്രഹിച്ചെല്ലാം നൽകിക്കൊണ്ട് മാറായെ മധുരമുള്ളതാക്കി തീർത്തുകൊണ്ട് കാടപ്പക്ഷിയെയും സ്വർഗീയ ഭോജ്യത്തെയും നൽകിക്കൊണ്ട് അവർക്ക് അഗ്നിമയമായ ഒരു ന്യായപ്രമാണം നൽകിക്കൊണ്ട് അവരാഗ്രഹിച്ച് രാജാക്കന്മാരെ നൽകിക്കൊണ്ട് പ്രവാചകന്മാരെ നൽകിക്കൊണ്ട് അവർക്ക് ന്യായപ്രമാണം നൽകിക്കൊണ്ട് ദൈവം അവരെ വിടുതലിനെയും ഉദ്ധാരണത്തിൻ്റെയും പല ഘട്ടങ്ങളിലൂടെ കടത്തി വിട്ടിട്ടും അവർ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞതായിട്ട് നമ്മൾ കാണുന്നില്ല. പലപ്പോഴും അവരുടെ ജീവിതത്തിൽ ഓരോ തെറ്റുകളും കുറ്റങ്ങളും സംഭവിക്കുമ്പോഴും നമ്മളെല്ലാവരും ചെയ്യുന്ന പോലെ വീണ്ടും ദൈവത്തിങ്കിലേക്ക് അടുക്കും. ആ നന്മയുടെ അവസരം കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ദൈവത്തിങ്കിൽ നിന്ന് അകലുകയാണ്. അങ്ങനെ ഇസ്രായേൽ മക്കളുടെ അനുഭവത്തെ ഏറ്റവും അവസാനമായി നമുക്കറിയാം, ദൈവം അവർക്ക് യാഗങ്ങൾ ഏർപ്പെടുത്തുകയാണ്. അങ്ങനെ യാഗങ്ങൾ പരാജയപ്പെട്ടപ്പോൾ, ന്യായപ്രമാണം പരാജയപ്പെട്ട അവസരത്തിൽ യാഗം നിയമിച്ചവൻ യാഗവസ്തുവായി ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. എന്തുകൊണ്ടാണ് യാഗങ്ങൾ പരാജയപ്പെട്ടത്? യാഗം എന്ന് പറയുന്ന ഒരു ചടങ്ങ് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ഈ മൃഗബലി ദൈവം അംഗീകരിക്കുന്നുണ്ടോ? മൃഗബലി യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത്? മൃഗങ്ങളുടെ മാംസത്തിലോ മൃഗങ്ങളുടെ രക്തത്തിലോ പ്രസാദിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. എന്തിനാണ് ദൈവം യാഗങ്ങളെ ഏർപ്പാടാക്കിയത്? പഴയ നിയമ കാലഘട്ടത്തിൽ ഒരു വ്യക്തി പാപം ചെയ്യുന്ന അവസരത്തിൽ അവനൊരു കുറുപ്രാവിനെയോ അല്ലെങ്കിൽ ആട്ടിൻകുട്ടിയോ
പുരോഹിതൻ്റെ അടുത്ത് കൊണ്ടിരുന്ന അവസരത്തിൽ ആ പാപം ചെയ്ത വ്യക്തിയെ ആ യാഗമൃഗത്തിൻ്റെ അടുത്ത് നിർത്തിയിട്ട് നീ ചെയ്ത പാപങ്ങളെല്ലാം ഈ നിഷ്കളങ്കമായ തെറ്റ് ചെയ്യാത്ത ഈ മൃഗത്തിൻ്റെ അല്ലെങ്കിൽ പക്ഷേ പ്രാവിൻ്റെ തലമേൽ കൈവച്ചിട്ട് മഹാപുരോഹിതൻ പറയുകയാണ്, നീ ചെയ്ത സകല പാപങ്ങളും ഞാൻ ഈ മൃഗത്തിന്മേൽ ചുമത്തുമെന്ന് പറഞ്ഞിട്ടാണ് ഈ മൃഗത്തെ നമ്മുടെ യാഗം ചെയ്തെങ്കിൽ കൊല ചെയ്യുന്നത്. അതിൻ്റെ രക്തവും അതിൻ്റെ നിലവിളി ശബ്ദവും ഈ തെറ്റ് ചെയ്ത വ്യക്തിയിലുണ്ടാകുന്ന കുറ്റബോധമാണ് യാഗത്തിൻ്റെ പിന്നിലുള്ള ചാലകശക്തി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ യാഗങ്ങൾ ഏർപ്പാടാക്കിയത് ദൈവത്തിന് മൃഗങ്ങളുടെയോ അല്ലെങ്കിൽ പക്ഷികളുടെയോ രക്തം കുടിക്കാൻ വേണ്ടിയല്ല. നമ്മൾക്ക് വേണ്ടി തെറ്റ് ചെയ്യാത്ത ഒരു മൃഗം അല്ലെങ്കിൽ ഒരു പക്ഷി ബലിയർപ്പിക്കപ്പെടുമ്പോൾ, കൊല ചെയ്യപ്പെടുന്ന അവസരത്തിൽ നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന കുറ്റബോധം മാനസാന്തരത്തിലേക്ക് നയിക്കണം. പക്ഷേ അവിടെ യാഗങ്ങൾ പരാജയപ്പെട്ടു. എന്താണ് യാഗം എന്നുള്ളത്? തെറ്റ് ചെയ്യുവാനുള്ള ഒരു മാർഗമായിട്ട് മാറി. എന്തിനാണോ ദൈവം യാഗം ഏർപ്പെടുത്തിയത് അതിന് ഓപ്പോസിറ്റായിട്ട് ജനം അതിനെ കൈകാര്യം ചെയ്യാൻ തുടങ്ങി. എനിക്ക് പൈസ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഇഷ്ടംപോലെ തെറ്റ് ചെയ്യാം. എന്ത് ചെയ്യാം? ഒരു യാഗം അർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളെന്തായി? സേഫായി. അങ്ങനെ എന്തിനാണോ ദൈവം യാഗങ്ങൾ ഏർപ്പെടുത്തിയത് അതിന് ഘടകവിരുദ്ധമായിട്ട് യാഥാർത്ഥ്യമാകാൻ തുടങ്ങിയ സമയത്ത് യാഗം ഏർപ്പെടുത്തിയവൻ യാഗവസ്തുവായി മാറി. ഇനിയൊരു യാഗം ഇനി ഭൂമിയിൽ ആവശ്യമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ യാഗവസ്തുവായി ഭൂമിയിലേക്ക് കടന്നു വന്ന യേശുക്രിസ്തു ജനത്തോട് സംസാരിച്ചത്, താനൊരു യാഗവസ്തുവായി എരിഞ്ഞടങ്ങുന്നതിന് മുൻപ് യേശുക്രിസ്തു ജനത്തോട് സംസാരിച്ചത് അതാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ടത്. മനസ്സാന്തരപ്പെടുവീൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കിയാൽ മനസ്സാന്തരപ്പെടണം. എന്താണ് ദൈവരാജ്യം എന്നുകൂടെ പറഞ്ഞുകൊണ്ട് ഞാനങ്ങ് അവസാനിപ്പിക്കുകയാണ്. ദൈവരാജ്യത്തെ പറ്റിയുള്ള 3 കൺസെപ്റ്റുകൾ ബൈബിളിൽ പറയുന്നുണ്ട്. നമ്മൾ പെന്തക്കോസ്ത് സഭകൾ പലപ്പോഴും പറയാറുണ്ട്, അവർ കർത്താവിൻ്റെ പ്രാർത്ഥന ചൊല്ലാറില്ല. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ചൊല്ലത്തില്ല. നിന്റെ രാജ്യം വരണമേ. എന്താ കാര്യം എന്നറിയാമോ? അവർ പറയുന്നത് ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അല്ലെങ്കിൽ പരിശുദ്ധാത്മ ഭൂമിയിലേക്ക് വരുന്നതാണ് ദൈവരാജ്യം. അത് ഓൾറെഡി വന്നു കഴിഞ്ഞു. അതുകൊണ്ട് ദൈവരാജ്യത്തെപ്പറ്റി ഇനി പ്രാർത്ഥിക്കേണ്ട. അതുകൊണ്ട് പെന്തക്കോസ്ത് സഭകൾ കർത്താവിൻ്റെ പ്രാർത്ഥന ചൊല്ലാറില്ല. യഥാർത്ഥത്തിൽ ദൈവരാജ്യത്തിൻ്റെ 3 കൺസെപ്റ്റുകളെ പറ്റിയാണ് ക്രിസ്തുവോടെ സംസാരിക്കുന്നത്. ഒന്ന്, ദൈവരാജ്യം എന്ന് ക്രിസ്തു പറഞ്ഞത് തന്നെപ്പറ്റി തന്നെയാണ് പറഞ്ഞത്. ഒരിക്കൽ ക്രിസ്തു പറയുകയാണ്, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ടല്ലോ. ആരാണ് അവിടെ ദൈവരാജ്യം? ക്രിസ്തു തന്നെ പറ്റി പറയുകയാണ്, ക്രിസ്തു ഉള്ള ഇടം ദൈവരാജ്യമാണ്. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട്. മറ്റൊരിക്കൽ ക്രിസ്തു പറയുകയാണ്, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും സന്തോഷവും അത്രേ. അപ്പം എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ അനുഭവത്തെയും ദൈവരാജ്യത്തെക്കുറിച്ച് തന്നെയാണ് ക്രിസ്തു പറഞ്ഞത്. അതും ഒരു ദൈവരാജ്യമാണ്. അല്ലെങ്കിൽ പുത്രൻ്റെ രാജ്യമെന്നും അല്ലെങ്കിൽ പിതാവിൻ്റെ രാജ്യമെന്നും പരിശുദ്ധാത്മാവിൻ്റെ ഇടം എന്ന് പറയുന്നത് എല്ലാം ദൈവരാജ്യം തന്നെയാണ്. ഇവിടെ ക്രിസ്തു പറഞ്ഞത് നമ്മെ സംബന്ധിച്ചിടത്തോളം യേശു ക്രിസ്തു ഭൂമിയിൽ ഐഹിക ജീവിതം അവസാനിപ്പിച്ച് ക്രിസ്തു കൽവരി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞതോടുകൂടി ക്രിസ്തു ആകുന്ന ദൈവരാജ്യത്തെ പറ്റിയല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത് പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞു, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തു പറഞ്ഞത് ഇനി വരാൻ പോകുന്ന ദൈവരാജ്യത്തെ പറ്റിയാണ് സൂചിപ്പിക്കുന്നത്. കാലം തികഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ കാലം അതിൻ്റെ അന്ത്യത്തിലൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സാന്തരപ്പെടുവീൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഭൂമിയിൽ വരുവാനുള്ള ദൈവരാജ്യത്തെ പറ്റി, അതിനുശേഷമുള്ള നിത്യതയെ പറ്റിയാണ് ക്രിസ്തുവോടെ സൂചിപ്പിക്കുന്നത്. ദൈവരാജ്യം ആഗതമാവാൻ പോകുകയാണ്, ഈ ലോകത്തിൻ്റെ അവസാനം സംഭവിക്കാൻ പോകുകയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ മനസ്സാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങി വരണമെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ പുതിയ നിയമത്തിലേക്ക് മടങ്ങി വരണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ചോദ്യമുണ്ടാകാം, എന്താണ് പുതിയ നിയമം? എന്താണ് പുതിയ നിയമം? പുതിയ നിയമം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചിന്തിക്കുന്നത്? മത്തായിയുടെ സുവിശേഷം മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള പുസ്തകങ്ങളുടെ ഒരു ക്രോഡീകരണമാണ്, അല്ലെങ്കിൽ ഗ്രന്ഥങ്ങളാണ് പുതിയ നിയമം ആണോ? എന്താണ് പുതിയ നിയമം? പുതിയ നിയമം എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് ക്രിസ്തു പറയുന്നുണ്ട്. യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്ന സമയത്ത് 2 കൽപ്പനകൾ പ്രധാനമായിട്ട് കൊടുത്തു. എന്താണ് കൊടുത്തത്? നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കണം. ഇതാകുന്നു ഒന്നാമത്തെ കൽപ്പന. 2, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ചുരുക്കം പറഞ്ഞാൽ 2 കാര്യമാണ് ക്രിസ്തു പറഞ്ഞത്. 1, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുക. 2, മനുഷ്യരെ സ്നേഹിക്കുക. പക്ഷേ ക്രിസ്തുവിന് ഒരു കാര്യം മനസ്സിലായി. ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്നേഹം ആചാരാനുഷ്ഠാനങ്ങളിൽ ഒതുങ്ങും, അല്ലേ? സഹജീവികളെ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കും, നമ്മൾ എന്നും ദേവാലയത്തിൽ പോകാൻ ശ്രമിക്കും, മറ്റ് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മതചടങ്ങുകളും നമ്മൾ ആചരിക്കുവാൻ വേണ്ടിയുള്ള ഉത്സുകത കാണിക്കും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യും? സഹജീവികളെ മറന്നു പോകും. അതുകൊണ്ട് ക്രിസ്തു താൻ മരിക്കുന്നതിന് നാഴികകൾക്ക് മുമ്പ് അല്ല ദിവസങ്ങൾക്ക് മുൻപ് അന്ത്യ അത്താഴം കഴിഞ്ഞതിന് ശേഷമായിട്ട് യേശു ക്രിസ്തു ശിഷ്യന്മാരോട് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു കൽപ്പന തരുന്നു.
ഞാൻ നിങ്ങൾക്ക് പുതിയൊരു നിയമം തരുന്നു. എന്താണ് ആ നിയമം? നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിപ്പീൻ. അപ്പോൾ രണ്ട് കൽപ്പനകൾ, ദൈവത്തെയും മനുഷ്യനെയും സ്നേഹിക്കുക എന്നുള്ള രണ്ട് കൽപ്പനകൾ ക്രിസ്തു തൻ്റെ ഐഹിക ജീവിതം അവസാനിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് ക്രിസ്തു പറയുകയാണ്. ആ പ്രമാണത്തെ ക്രിസ്തു ഒറ്റയൊരു പ്രമാണമാക്കി മാറ്റി. കാരണം കണ്ടുകൊണ്ട് കാണുന്ന മനുഷ്യരെ സ്നേഹിക്കാത്തവന് കാണാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെ ആദ്യമാരെയാണ് സ്നേഹിക്കേണ്ടത്? സഹോദരന്മാരെ സ്നേഹിക്കണം. അതാണ് ക്രിസ്തു പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു നിയമം തരുന്നു, പുതിയൊരു കൽപ്പന തരുന്നു, അത് നിങ്ങൾ അനുസരിക്കണം. അങ്ങനെ നിങ്ങൾ സ്നേഹിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ എന്ന് ലോകം അറിയും, അല്ലേ? അപ്പോൾ നിങ്ങൾ ക്രിസ്ത്യാനിയാകണമെങ്കിൽ, അല്ല, ക്രിസ്തു പറഞ്ഞ സുവിശേഷം എന്നുള്ളത്, ക്രിസ്തു ലോകത്തിന് അവതരിപ്പിച്ച പുതിയ നിയമം എന്ന് പറയുന്നത് നമ്മൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്നുള്ളതാണ്. അങ്ങനെ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നില്ല എങ്കിൽ ക്രിസ്ത്യാനി എന്ന് പറയുന്ന നമ്മളുടെ ഒരു വിശേഷണം എന്നുള്ളത് കേവലം നാമത്തിൽ മാത്രം ഒതുങ്ങുന്നതായിരിക്കും, അല്ലേ? ക്രിസ്ത്യാനി എന്ന് നമ്മൾ ലോകത്തോട് വെറുതെ അവകാശപ്പെടുകയാണ്. ഡോക്ടർ രാധാകൃഷ്ണനൊക്കെ അതുകൊണ്ടാണ് പരിഹസിച്ചത്. ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ പേരിൽ മാത്രമുള്ള നാമധേയ ക്രൈസ്തവരായിട്ട് നമ്മൾ മാറ്റപ്പെടുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരത്തിൻ്റെ അനുഭവം ഉണ്ടാകുന്ന അവസരത്തിൽ നമ്മൾ പരസ്പരം തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നവരാകണം. ഇതുതന്നെയാണ് പൗലോസ് അപ്പോസ്തലനും പറയുന്നത്. ഇങ്ങനെ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് പോരുമ്പോൾ 9 കൃപാവരങ്ങളെപ്പറ്റിയും ക്രിസ്ത്യാനിറ്റിയുടെ 3 അടിസ്ഥാന തത്വങ്ങളെപ്പറ്റിയും അപ്പോസ്തലൻ പറയുന്നുണ്ട്. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. 9 കൃപാവരങ്ങളും ക്രിസ്ത്യാനിറ്റിയുടെ 3 അടിസ്ഥാന പ്രമാണങ്ങളും പറഞ്ഞു. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഇതെല്ലാം പറഞ്ഞിട്ട് അപ്പോസ്തലൻ പറയുകയാണ്, എന്താണ് ഇതിൽ വലുതോ? സ്നേഹം തന്നെ. വീണ്ടും ഒരു കാര്യം കൂടെ പറഞ്ഞു, നിങ്ങൾക്ക് പ്രവചനപരമുണ്ടെങ്കിലും കൊള്ളാം, നിങ്ങൾക്ക് ഭാഷാപരമുണ്ടെങ്കിലും കൊള്ളാം, നിങ്ങൾ വീര്യപ്രവൃത്തി ചെയ്യുന്ന ആളാണെങ്കിലും കൊള്ളാം, നിങ്ങൾക്ക് സ്നേഹമില്ല എങ്കിൽ ഒന്നുമില്ല. അപ്പോൾ 9 കൃപാവരങ്ങളെക്കാളും ക്രിസ്ത്യാനിറ്റിയുടെ 3 അടിസ്ഥാന സ്വഭാവ സവിശേഷതകളെക്കാളും ഏറ്റവും ഉയർന്നു വേണ്ട ഗുണം, അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ സ്നേഹമാണ് എന്നാണ് ക്രിസ്തു ഇവിടെ വ്യക്തമാക്കുന്നത്. പൗലോസ് അപ്പോസ്തലനും യോഹന്നാനും ഉൾപ്പെടെയുള്ള എല്ലാ സുവിശേഷങ്ങളുടെയും ആകത്തുക എന്ന് പറയുന്നത് സ്നേഹമാണ്. ആ സ്നേഹത്തിലേക്ക് കടന്നു വരുവാൻ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് കടന്നു വരുവാനും മനസ്സാന്തരത്തിന് യോജിച്ച ഫലം കയ്പാനും നമ്മൾക്ക് കഴിയട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.